ഹായ്, ഞാൻ ഐശ്വര്യ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ആലു ഗോബി എന്നൊരു ഡിഷാണ്. ചപ്പാത്തിയുടെ കൂടെയും റോട്ടിയുടെ കൂടെയും നാൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ ഈസി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ബൗളെടുത്ത് അതിലേക്ക് ഒരു വലിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അതിലിട്ടേക്കുവാണ്. ഇത് നല്ല അരച്ച് ഏകദേശം പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. നമുക്ക് ആദ്യമേ അത് പ്രിപ്പയർ ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ ചേർക്കുന്നത് ഒരു 4 പീസ് വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. അതുപോലെ ഒരു 2 പച്ചമുളക്. ഇത് എരിയുള്ള പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ മസാലയെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു വെറൈറ്റി ഡിഷാണ്. അപ്പോൾ ഇതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കട്ടെ ഞാൻ. അപ്പം ഞാനിവിടെ അരച്ച് നല്ലപോലെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത് നമ്മുടെ കോളിഫ്ലവർ ആണെങ്കിൽ ഒരു ചെറിയ പീസാണ് എടുത്തിട്ടുള്ളത് ഞാൻ. അപ്പം അത് നമുക്ക് ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. കാരണം അതിലെന്തെങ്കിലും പുഴുവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ വെള്ളം നല്ലപോലെ ചൂടായിട്ട് അതിൽ നിന്ന് നമുക്കത് കോരിയെടുക്കാം. വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് ചെറുതായിട്ട് നല്ലപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. അധികം വേവിക്കേണ്ട, അതിന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. എന്നാൽ മാത്രമേ അതിനുള്ളിലുള്ള എന്തെങ്കിലുമൊക്കെ അഴുക്കോ കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പും കൂടി ചേർക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും വേണ്ടവർക്ക് അതും ചേർക്കാം. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതാ നിങ്ങൾക്ക് ഇതിൽ കാണാമല്ലോ. നമുക്ക് ഇപ്പം കോരി എടുത്തിരിക്കുന്ന കോളിഫ്ലവർ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ബ്രൗൺ കളർ ആകുന്നിടം വരെ വറക്കേണ്ട. അപ്പോൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ഞാൻ അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ നോർത്ത് ഇന്ത്യൻ ഡിഷൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, വെളിച്ചെണ്ണയിൽ തയ്യാറാക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇതിന് ഏറ്റവും നല്ലത് ഒന്നുകിൽ എണ്ണയിൽ തയ്യാറാക്കുക, ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലിൽ തയ്യാറാക്കുക. അപ്പോൾ ഇത് എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അതുപോലെ തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന 2 പൊട്ടറ്റോയാണ്. അതും ഏകദേശം സ്ക്വയറായിട്ട് മുറിച്ച് മാറ്റി വെക്കുക. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ കളറൊന്നും ആകണ്ട. ഇനി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളിഫ്ലവറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കോളിഫ്ലവറും പൊട്ടറ്റോയുമാണ്. ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മസാലകളൊക്കെ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. വെറൈറ്റി ആയിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റും. പക്ഷേ വളരെ ടേസ്റ്റിയുമാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും. ഒരു കളർഫുൾ വെജിറ്റബിൾ കറിയാണിത്. ഈ ഒരു കളർ ചേഞ്ച് നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്ന വീഡിയോയിലൂടെ. ഈ ഒരു കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഇതേ എണ്ണയിൽ തന്നെ, ഞാനിതിപ്പം ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന രീതിയിലല്ല, എന്നാലും കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും എണ്ണ ഒഴിക്കേണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലും എണ്ണ ഒഴിച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് കോരിയെടുക്കട്ടെ. ഇനി ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് പൊട്ടറ്റോയും ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അതേ എണ്ണയിൽ തന്നെയാണെങ്കിൽ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ പ്രത്യേകം ശ്രദ്ധിക്കുക. 2 മീഡിയം സൈസ് പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. അത് ക്യൂബായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അരിഞ്ഞ് വെള്ളത്തിലിട്ടിരുന്നതാണ്. അപ്പം വെള്ളത്തിലിടാതെ പുറത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അതിലൊരു കളർ വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ടാണ് വെള്ളത്തിലിട്ട് വെച്ച് വെള്ളം നല്ലപോലെ വന്ന ശേഷം ഞാനിത് ഇട്ടും ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ മതി. നമുക്ക് അതിൻ്റെ ഒരു ചെറിയതായിട്ടൊരു കളർ ആവുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് എടുക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊട്ടറ്റോ ആയി വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പം അതിങ്ങനെ ഇളക്കി കൊടുത്താൽ എല്ലാ സൈഡും ഒരുപോലെ തന്നെ ഇങ്ങനെ ചൂട് കിട്ടുകയും പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരികയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഇതുപോലെയൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക.
അപ്പോൾ ഇതാ നമ്മുടെ പൊട്ടറ്റോയും ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കളറൊക്കെ നല്ലപോലെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക്, ഒരു ഗോൾഡൻ കളറിലേക്കായി. അപ്പോൾ ഞാനിത് മറ്റൊരു പ്ലേറ്റിലേക്ക്, അതേ നമ്മുടെ കോളിഫ്ലവർ വറുത്ത് കോരി വെച്ചിരിക്കുന്നത് അതേ പ്ലേറ്റിലേക്ക് തന്നെയാണെങ്കിൽ ഇത് മാറ്റിക്കുക. ഇതാണ് നമ്മുടെ ആലൂ ഗോപിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കോളിഫ്ലവറും അതുപോലെ തന്നെ പൊട്ടറ്റോയുമാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ള ഇതിൻ്റെ മസാല തയ്യാറാക്കുകയാണ് ചെയ്യേണ്ടത്. വേണ്ടി ഒരു പാന് അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു ബേ ലീഫ്, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, 1-2 കുരുമുളക്, അതുപോലെ തന്നെ 1-2 ഗ്രാമ്പു എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്കാണെങ്കിൽ 2 സവോള അരിഞ്ഞു വെച്ചിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരെ ഇപ്പം മൊത്തം ഈ കറിക്ക് ആവശ്യമായത് 3 സവോളയാണ്. അതിലൊരു സവോള നമ്മൾ മസാലയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയും ചേർത്ത് കൊടുക്കേണ്ടത് തന്നെ ഈ നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന സവോള മാത്രമാണ്. സവോള നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഒരു കളറൊക്കെ ചേഞ്ചായി ഒരു ഗോൾഡൻ കളറിലേക്ക് മാറണം. അതുവരെ നമ്മളിത് നല്ലിനകത്ത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. സവോള പെട്ടെന്ന് വഴന്ന് കിട്ടും. ഈ മസാല നേരത്തെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം ആലു ഗോബി ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ചേർത്ത് പെട്ടെന്ന് തന്നെ കറി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പേസ്റ്റ്, മസാല പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കണം. അതിൻ്റെ പച്ചമണം നല്ലപോലെ മാറണം. ഇല്ലെങ്കിൽ നമ്മുടെ കറിയിലാണെങ്കിൽ ഒരു ഉള്ളിയുടെയൊക്കെ ഒരു കവർപ്പ്, അതായത് കയ്പ്പ് രസം വരും. അതുകൊണ്ട് അത് നല്ലവണ്ണം മൂത്ത് വരണം. ഈ മസാല മൂക്കുന്ന മണം നമുക്ക് അറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും, ഞാൻ ഈ കറിയിലേക്ക് ചേർക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രേവി ആവശ്യമാണെന്നുണ്ടെങ്കിൽ എപ്പോഴും കറിയിലേക്ക് ചൂടുവെള്ളം തന്നെ ചേർക്കണം. അത് സൈഡ് ബൈ സൈഡായിട്ട് നമുക്ക് തന്നെ തിളപ്പിച്ചെടുക്കാം. മസാലയൊക്കെ മൂത്ത് എണ്ണയൊക്കെ സൈഡിൽ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണും, അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ ഒരു 1/2 ടീസ്പൂണുമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ സ്പൈസിനെസ് അനുസരിച്ച് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുള്ളൂ. കാരണം ഇതിൽ 2 മുളക് ചേർത്തിരിക്കും, നല്ല എരിയുള്ള മുളക്. നിങ്ങളുടേത് എരിയില്ലാത്ത മുളകാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് നല്ല എരിയുള്ള മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കാം. സ്പൈസിനെസ്സിൻ്റെ ലെവലൊക്കെ എപ്പോഴും നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നതാണ് നല്ലത്. അതായത് അപ്പം ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഞാനിതൊന്ന് വഴറ്റി കൊടുക്കട്ടെ. അപ്പം പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറി അത് ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ 5 മിനിറ്റായിട്ട് അടച്ച് വെച്ചിട്ട് ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അത് നല്ലവണ്ണം വെന്ത് മസാലയൊക്കെ നല്ലവണ്ണം പിടിച്ച് സൈഡിലൊക്കെ എണ്ണ നല്ലവണ്ണം തെളിഞ്ഞ് വരുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിനി ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അത് ഈ സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 2 ടൊമാറ്റോയുടെ പ്യൂരി എടുത്തിട്ടുണ്ടായിരുന്നു. പ്യൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ ഉണ്ടാക്കുന്നത്. അതായത് ടൊമാറ്റോ ചെറുതായിട്ട് മിക്സിയിലിട്ട് അടിച്ച് എടുത്തിട്ടുള്ളതാണിത്. അപ്പം ഇത് നല്ലവണ്ണം അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടൊമാറ്റോ പ്യൂരി ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കരുത്. അതൊരു 5 മിനിറ്റ് അടുപ്പിലിരുന്ന് നല്ലവണ്ണം കുക്കാവാനുള്ള ടൈം കൊടുക്കണം. ഒന്നുകിൽ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ ഇളക്കി നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നാൽ മാത്രം ഇല്ലെങ്കിൽ കറിക്ക് നല്ല ഒരു പുളിരസം വരും. ടൊമാറ്റോ കുറച്ച് വേവുകയാണെന്നുണ്ടെങ്കിൽ ആ പുളിരസം ഒരിക്കലും വരികയില്ല. അപ്പോൾ ഞാൻ നല്ലവണ്ണം മിക്സ് ചെയ്ത ശേഷം 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കും. ടൊമാറ്റോയൊക്കെ നല്ലവണ്ണം കുക്കായിട്ടുണ്ട്. കറിക്ക് നല്ല ഓരോ സ്മെല്ല് അടിച്ചു തുടങ്ങി. അപ്പം ഈ സമയത്ത് നമ്മൾ കറിയുടെ ഉപ്പൊക്കെ നല്ല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം പാകത്തിനുണ്ടോ എന്നുള്ളത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല പൊടിയുമാണ് ചേർക്കുന്നത്. അത് ടൊമാറ്റോ ചേർത്ത ശേഷം മാത്രം ചേർക്കുക. എന്നിട്ട് ഇതും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
എപ്പോഴും പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികളൊക്കെ ചേർക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞു പോകും. അതുപോലെ നല്ലവണ്ണം വഴറ്റി കൊടുക്കുകയും വേണം, ഇല്ലെങ്കിൽ എപ്പോഴും കറിയിൽ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും, കറിപ്പൊടികളുടെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. നമ്മളിതൊന്നും വറുത്തല്ലല്ലോ ചേർക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്ന 1 ടീസ്പൂൺ തൈരാണ്. തൈര് ചേർക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ പുളിയുള്ള തൈരായതുകൊണ്ടാണ് 1 ടീസ്പൂൺ ചേർത്തത്. പുളിയില്ലാത്ത തൈരാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. കളിക്ക് ചെറിയ പുളിരസം വരാൻ വേണ്ടി നമ്മൾ ടൊമാറ്റോ ചേർത്തിട്ടുണ്ട്, എന്നാലും പാകത്തിന് പുളി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരല്പം തൈരും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ തൈര് നല്ലവണ്ണം അതിലേക്ക് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഒരു 5 മിനിറ്റ് വീണ്ടും നമ്മൾ അടച്ചു വെച്ചത് വേവിക്കാം. ഇതാ നമ്മുടെ തൈരും എല്ലാം ചേർത്ത് നമ്മുടെ ഗ്രേവി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവറും പൊട്ടറ്റോയും ചേർക്കണം. നമ്മുടെ കറിയുടെ പേര് തന്നെ ആലു ഗോബി എന്നാണല്ലോ. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ടായിരിക്കും ഇതിന് ആലു ഗോബി എന്നൊരു പേര് വന്നത് തന്നെ. ശരിക്കും ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ പൊട്ടറ്റോയും കോളിഫ്ലവറുമാണ്. ഈ മസാലയുമായിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക, നല്ലവണ്ണം മിക്സ് ചെയ്യുക. നമുക്ക് ഈ കറിയാണെങ്കിൽ നമ്മുടെ ഈ ഡിഷ് ഒട്ടും തന്നെ ഗ്രേവി ഇല്ലാതെ ഡ്രൈ ആയിട്ട് കഴിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റേജിൽ എടുക്കാം. നല്ലവണ്ണം ഒന്ന് ഇളക്കി ഈ പൊട്ടറ്റോയൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഒരല്പം മല്ലിയിലയും ചേർത്തിട്ട് നമുക്ക് ഈ സ്റ്റേജിൽ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, പൊട്ടറ്റോ വെന്തിട്ടുണ്ടോ, അതായത് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേവാൻ ഒരല്പ സമയം വേണം. അപ്പോൾ വെന്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. വെന്തിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് കഴിക്കേണ്ടവർക്ക് ഈ സ്റ്റേജിൽ കഴിക്കാം. പക്ഷേ എനിക്ക് കുറച്ച് ഗ്രേവിയുള്ള ആലു ഗോപിയാണ് ഇഷ്ടം, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ. അതുകൊണ്ട് ഞാനിതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ പൊട്ടാറ്റോയൊക്കെ ഇവിടെ വെന്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് ഗ്രേവിയുള്ള ആലു ഗോപിയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. എപ്പോഴും നിങ്ങളുടെ ഗ്രേവിയുടെ അതിൽ ചേർത്ത് കൊടുക്കേണ്ട വെള്ളം എന്നുള്ളത് നിങ്ങൾക്ക് എത്ര ഗ്രേവി ആവശ്യമാണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 ഗ്ലാസ് ചേർത്ത് കൊടുത്ത് നോക്കി. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഗ്രേവി വേണം. അപ്പോൾ ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1/2 ഗ്ലാസ് വേണ്ട, ഒരു 1/4 ഗ്ലാസ് ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. ഞാൻ കറിയിലേക്ക് ഒഴിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചൂട് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്, കറിക്കൊരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കുക. ഒരല്പസമയം കൂടി നമുക്കിത് അടച്ചിട്ട് വേവിക്കാം. നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. പാകത്തിന് ഗ്രേവി ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരല്പം മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് തികച്ചും ഓപ്ഷണലാണ്. എനിക്ക് ഇതിനകത്ത് ഒരല്പം നെയ്യുടെ ഫ്ലേവർ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ആലു ഗോബി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വേണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് തന്നെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.